എൻ നെഞ്ചിൽ കുടിയിരിക്കും എല്ലാവർക്കും വണക്കം. ഇപ്പോൾ ഉള്ളത് ചേരാനല്ലൂരാണ്. ഇപ്പം ഇനി ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് പോവാണ് കണ്ണൂർക്ക്. നമ്മൾ ഈ തവണ പിടിച്ചേക്കണത് കണ്ടെയ്നറിനാണ് കയറി പോണത്. ഒരു വെറൈറ്റിക്ക് കണ്ടെയ്നർ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഇറങ്ങാം. കോഴിക്കോട് നിന്ന് വണ്ടി മാറി കയറി ട്രെയിനിനോ ബസ്സിനോ തലശ്ശേരി എത്തണം. തലശ്ശേരിയിൽ നിന്ന് കൊട്ടിയൂർ എത്തണം. കൊട്ടിയൂരിൽ നിന്ന് വേണം നമ്മുടെ സ്പോട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങാൻ പോവാണ്. വണ്ടി വരട്ടെ. ഇവിടെ വണ്ടി വന്നു. അച്ഛനെ വാ, സ്ഥലത്താറേ കോഴിക്കോട് മാറായി. റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഓക്കെ, സീ യു. അങ്ങനെ നടന്ന് ഞമ്മൻ്റെ കോഴിക്കോടെത്തി. ₹40 വരുന്ന കോഴിക്കോട് നിന്ന് തലശ്ശേരി വരാനായിട്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരമുള്ള തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ് ഉണ്ട്. നമുക്ക് കുളിക്കുക, ബാത്റൂമിൽ പോകാൻ എല്ലാ സൗകര്യങ്ങളും. ഒരു നാടൻ കടയുണ്ട് ഇവിടെ. അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. നമ്മൾ കാത്തിരുന്ന ബസ് വന്നു. തലശ്ശേരിയിൽ നിന്ന് ₹50 ഇരട്ടി വരെ ബസ് ഫെയർ ഒരാൾക്ക് വരുന്നത്. ഇരുട്ടി ചെന്നിട്ട് ഇരുട്ടിൽ നിന്ന് പയ്യാവൂർക്കുള്ള ബസ് കയറണം. ₹30 ഇരുട്ടിൽ നിന്ന് പയ്യാവൂർ വരെ. പയ്യാവൂർ ഇറങ്ങിയിട്ട് കുഞ്ഞിപ്പറമ്പ് കേവ്സ് കാണാനായിട്ട് ഒരു ഓട്ടോ പിടിക്കണം. ബസ് അങ്ങോട്ടില്ല. രാവിലെയും വൈകിട്ടും ഒരേ ബസ്സുള്ളൂ അവിടെ. ബസ് റൂട്ട് കുറവാണ്. അതുകൊണ്ട് ഓട്ടോ പിടിക്കുക. ഒരു ₹200 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയി വരാം. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ഓട്ടോക്കാരെല്ലാവരും സഹായിച്ച് നമ്മുടെ ഒപ്പം നിൽക്കുന്നവരാണ്. ഞങ്ങളത് ഇറങ്ങിയപ്പോൾ ഇതിലെ കുറേ അങ്ങ് വരെ പോയായിരുന്നു. അപ്പോൾ അവിടെ ഇടിഞ്ഞിട്ടുണ്ട് കുറേ അങ്ങ്. അത് ഇപ്പോൾ അതിനോട് വന്നിട്ടില്ല. ഞാൻ നമ്മുടെ രാജശേഖരനെ കണ്ടു പരിചയപ്പെട്ടു. നല്ല കമ്പനിയായിരുന്നു രാജശേഖരൻ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പുള്ളി ഒരു 30 വർഷം മുന്നേ കൂട്ടുകാർക്കൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് കാണാനായിട്ട് വരുന്നുണ്ടെന്നാണ് പുള്ളി പറയണത്. കൊള്ളാം. ഇത് പിന്നെ ഇടിഞ്ഞതായി. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കുറേ വർഷമായി. അന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അടിപൊളിയാ. പക്ഷെ അവിടെ അത്രയും പൊട്ടി വീണ സ്ഥിതിക്ക് ഇത് മണ്ട പൊട്ടാനായിട്ടുണ്ടാവും. അത്രയും മണ്ണ് പോയി. അങ്ങനെയല്ലേ. പണ്ട് രാശിയുണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഇത്രയും വെളിച്ചം ഉണ്ടായില്ല. വെളിച്ചം കടന്നു വരാതെ ചെറിയൊരു ഗ്യാപ്പായിരുന്നത്. ഇപ്പോൾ കൂടി വരികയാണ്. ഇതിൻ്റെ മേലെ കണ്ടില്ലേ ഒരു പന നിൽക്കുന്നത്. ഇപ്പോൾ കൂടാതെ മഴ പെയ്യുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെള്ളമായിരിക്കും എപ്പോഴും. പിന്നെ ഉറവ ഉണ്ടാവും എപ്പോഴും ഇവിടെ. പണ്ടൊക്കെ അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി പോകാറുണ്ടെന്നാണ് ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. ഒത്തിരി പോകാമായിരുന്നു. ഇപ്പോൾ മൂടി കിടക്കണേണ്. നോക്കാൻ നല്ല ചുമ്മാ ചെന്ന് ടോർച്ച് ഉണ്ടെങ്കിൽ മാത്രം പോവല്ലേ. അടഞ്ഞു പോവല്ലേ. മണ്ണ് വീണതായിരിക്കും അല്ലേ. കഴിഞ്ഞിടക്ക് ഷൂട്ടിംഗ് ആയിരുന്നല്ലേ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
മഴക്കാലത്ത് വരുമ്പോൾ ഇങ്ങനെ പടപടാന്ന് വെള്ളം വീഴും. ഇതിനകത്ത് ഒടുക്കത്തെ ഉറവയാണ് ഈ കുഴി. പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും വിചാരിക്കത്തില്ലല്ലോ ഇങ്ങനെ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ഈ ഒരു സെറ്റപ്പാണ് അവിടെ. പിന്നില്ലേ കണ്ണൂർ ഭാഗത്ത് വന്നവർ ഇത് വന്ന് കാണുക. അപ്പോൾ ഞാൻ കൊട്ടിയൂർ വരുമ്പോഴത്തേക്കും വരാനായിരുന്നു, പക്ഷേ ആ സമയത്ത് മഴയാണെങ്കിൽ ഈ വെളിച്ചം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ വേനൽ സമയത്ത് തന്നെ വന്ന് കാണുക. കാരണം ഒരു ഗുണ കേവ് പോലെയൊക്കെ ഒരു ഫീലുണ്ട്. നല്ല രസമാണ് ആ വെളിച്ചം വന്ന് കാണാനായിട്ട്. വഴി ഞാൻ മേലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി വരിക.